الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. هو الذي متم نوره ولو كره الكافرون. الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وزعيم المتقين وإمام المسلمين وقائد المؤمنين الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده. كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, ജഗന്യന്താവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിൻ്റെ എല്ലാ ഇടപാടുകളും അവൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടു കൂടി ജീവിക്കണമെന്നും എന്നോടെന്നപോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാവുന്നു വിജയിച്ചവർ. വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിം സമൂഹം അവർ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ചരിത്ര പ്രസിദ്ധമായ അറഫയിലേക്ക് നീങ്ങുകയാണ്. ഹജ്ജ് കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫയിൽ നിൽക്കൽ എന്ന് പറയുന്നത്. അൽ ഹജ്ജു അറഫ, ഹജ്ജ് തന്നെ അറഫയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പം അറഫയിൽ നിൽക്കുന്ന ആളുകളും അറഫയ്ക്ക് പുറത്തുള്ള ആളുകളും എന്തൊക്കെ കാര്യങ്ങളാണ് അറഫയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്? അറഫ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു, തിരിച്ചറിഞ്ഞു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ നിസ്സഹായത, അവൻ്റെ ദുർബലത, അവൻ്റെ അടിമത്വം, ഇതെല്ലാം ശരിയായ രീതിയിൽ തിരിച്ചറിയുന്ന സ്ഥലമാണ് അറഫ എന്ന് പറയുന്നത്. അറഫക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്.
അറഫയുടെ ഒന്നാമത്തെ മഹത്വം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു തന്നു എന്ന് പ്രഖ്യാപിച്ച സ്ഥലമാണ് അറഫ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാമിനെ ദീനായി നാം തൃപ്തിപ്പെട്ടു, നിങ്ങളുടെ ദീൻ ഇന്ന് പൂർത്തീകരിച്ചു തന്നു. ജൂതന്മാര് സഹാബികളോട് പറയാറുണ്ട്, ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്കിടയിലാണ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ വലിയ ആഘോഷ ദിവസമാക്കുമായിരുന്നു. ആഘോഷങ്ങളിലല്ല അറഫയുടെ മഹത്വം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലനിർത്തിയത്. അപ്പോൾ ഒന്ന് ദീൻ പൂർത്തീകരിച്ച സ്ഥലമാണ് അറഫ. ആ പ്രഖ്യാപനം നിർവഹിച്ച സ്ഥലമാണ് അറഫ എന്ന് പറയും. രണ്ടാമത്തെ അതിൻ്റെ മഹത്വം, ധാരാളം ആളുകൾക്ക് അല്ലാഹു നരകമോചനം നൽകുന്ന ദിവസമാണ് യൗമ അറഫ എന്ന് പറയും. ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ്. മൂന്നാമത്തെ അതിൻ്റെ ഫളൽ, ശ്രേഷ്ഠത എന്ന് പറയുന്നത് പാപമോചനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിന്ന് വൈകുന്നേരമായപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, എല്ലാവരോടും നിശബ്ദരാവാൻ പറയൂ, ഞാൻ ചില കാര്യങ്ങൾ പറയാണ്. എനിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടൊരു വിവരം തന്നു, ഈ അറഫയിൽ ഒരുമിച്ച് കൂടി എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നുവെന്നാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, അത് ഞങ്ങൾക്ക് മാത്രം ബാധകമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ അറഫയിൽ ആരൊക്കെ ഏതൊക്കെ കാലത്ത് ഒരുമിച്ച് കൂടുമോ അവർക്കെല്ലാം അത് ബാധകമാണ്, അവർക്കെല്ലാം പാപമോചനമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നാലാമത്തെ അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് പ്രാർത്ഥനക്ക് അള്ളാഹു പ്രത്യേകം ഉത്തരം നൽകുന്ന സ്ഥലമാണ് അറഫ എന്ന് പറയും. നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു അത് എടുത്തു തരും. ഭൂമിയിൽ ഒരു സ്ഥലത്തും അറഫയോളം അള്ളാഹു ഒരടിമയുടെ അടുത്ത് നിൽക്കുകയില്ല എന്ന് പറഞ്ഞാൽ അറഫയിലാണ് അള്ളാഹു ഒരു അടിമയുടെ ഏറ്റവും സമീപസ്ഥമായി നിൽക്കുക. കുടുംബബന്ധം വിച്ഛേദിച്ച ആളുകൾക്കല്ലാത്ത എല്ലാ മനുഷ്യർക്കും അള്ളാഹു അവിടെ ഉത്തരം നൽകും. കുടുംബബന്ധം മുറിച്ച ആളുകൾക്ക് അള്ളാഹു അവിടെ നിന്ന് ഉത്തരം നൽകില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ മനുഷ്യർക്കും അവരെന്താണോ ചോദിക്കുന്നത് അത് നൽകുന്ന സ്ഥലമാണ് അറഫ. അത് അറഫയിൽ നിൽക്കുന്നവർക്ക് മാത്രം ബാധകമല്ല, ആ ദിവസം അതിൻ്റെ പുറത്ത് നിൽക്കുന്ന ആളുകൾക്കും ധാരാളമായി അള്ളാഹു ഉത്തരം നൽകുന്ന ദിവസമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയും ദിക്റുകളും അധികരിപ്പിച്ച ദിവസമാണ്. പ്രത്യേകിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന ദിക്ർ അറഫയിൽ ധാരാളം ചൊല്ലൽ സുന്നത്തുള്ളൊരു ദിക്റാണ്. അത് അറഫയിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, അറഫയിൽ പുറത്തുള്ള ആളുകൾക്കും ആ ദിക്ർ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ്. മറ്റൊന്ന് അറഫയുടെ നോമ്പാണ്. അത് അറഫയിൽ നിൽക്കുന്നവർക്ക് സുന്നത്തില്ല, അറഫയിൽ നിൽക്കാത്ത ആളുകൾക്ക് പുണ്യമായ ഏറ്റവും പുണ്യകരമായൊരു പ്രവൃത്തിയാണ് അറഫ നോമ്പ് എന്ന് പറയും. അറഫ നോമ്പിൻ്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ ഒരു നോമ്പ് ഒരാൾ അനുഷ്ഠിച്ചാൽ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ഒരു കൊല്ലത്തെ ചെറിയ പാപങ്ങളൊക്കെ അതുവഴി അള്ളാഹു എന്ത് ചെയ്യും? പുറത്തു കൊടുക്കും. ഏതൊരു കർമ്മത്തിനും കഫാറത്തായി പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ചെറിയ പാപങ്ങളാണ്. വലിയ പാപങ്ങൾ നമ്മുടെ കർമ്മം കൊണ്ട് അള്ളാഹു ഒരിക്കലും പുറത്തു തരില്ല. നമ്മളതിന് പ്രത്യേകം പശ്ചാത്തപിച്ച് മടങ്ങണം, തൗബ ചെയ്യണം. അപ്പം ചെറിയ കർമ്മങ്ങൾ എന്ന് പറയുന്നത് ചെറിയ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്നാണ്. അപ്പം അറഫയുടെ നോമ്പ് സിയാമു യൗമി അറഫ എന്ന ഹദീസിലുണ്ട്. ദിൽഹജ്ജ് 9 അറഫയുടെ നോമ്പ് എന്നും ഹദീസിലുണ്ട്.
അപ്പം അതിൻ്റെ പേരിൽ തർക്കിച്ച് തമ്മിൽ തല്ലേണ്ട ആവശ്യമില്ല. ആളുകൾ അറഫയിൽ നിൽക്കുന്ന ദിവസം നിങ്ങൾക്ക് നോമ്പനുഷ്ഠിക്കാം. അതല്ല ദുൽഹജ്ജ് 9 അവനവൻ്റെ നാട്ടിൽ എന്നാണോ അന്നും നിങ്ങൾക്ക് നോമ്പനുഷ്ഠിക്കാം. അറഫയിൽ നിൽക്കുന്നവരോട് ഐക്യദാർഢ്യമായിട്ടല്ല ഒരിക്കലും അറഫയിലെ നോമ്പ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അങ്ങനെയാണെങ്കിൽ ലോകത്ത് നല്ലൊരു വിഭാഗം ജനതക്കൊരിക്കലും അറഫ നോമ്പ് സാധ്യമാവുകയില്ല. കാരണം അറഫ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ ഉച്ച മുതൽ അസർ വരെയുള്ള സമയമാണ് അറഫയിൽ നിൽക്കുക എന്ന് പറയുന്നത്, ഹജ്ജിൻ്റെ കർമ്മം. ആ സമയത്ത് യൂറോപ്യൻ അമേരിക്കൻ ഐക്യനാടുകളിലൊക്കെ മറ്റൊരു സമയമായിരിക്കും, അവർക്ക് രാത്രിയായിരിക്കും, പകലായിരിക്കില്ല. അപ്പോൾ ഐക്യദാർഢ്യമാണെങ്കിൽ പിന്നെ ആ സമൂഹത്തിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ നോമ്പിൻ്റെ പുണ്യം കിട്ടില്ല. അപ്പോൾ അറഫയിൽ നിൽക്കുന്ന ആളുകളോട് ഐക്യദാർഢ്യപ്പെട്ടലാണ് അറഫ നോമ്പ് എന്ന് എവിടെയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചിട്ടില്ല, അങ്ങനെ പ്രസ്താവിക്കുകയില്ല. കാരണം എല്ലാവർക്കും ഇസ്ലാമിൻ്റെ ഈ പുണ്യം എന്ത് ചെയ്യണം, ലഭ്യമാകണം. അതേസമയം ദുൽഹജ്ജ് 1 മുതൽ ദുൽഹജ്ജ് 9 വരെ നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വൽ ആശർ വൽ ഫജ്ർ വലയാലിൻ ആശർ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ 10 ദിനങ്ങൾ എന്ന് പറഞ്ഞത് പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹജ്ജ് 10ന്റെ പകലുകളാണ്. ആദ്യം മുതൽ 10 വരെയുള്ള പകലുകളാണ്. രാവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലൈലത്തുൽ ഖദറിന്റെ രാവുകളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ പകലിൽ ദിക്റുകളും ദുആകളും നോമ്പുകളും അനുഷ്ഠിക്കുന്നതിന് പ്രത്യേകം പുണ്യമുണ്ട്. പെരുന്നാൾ ദിനത്തിൽ അയ്യാമു തശ്രീഖ് ദിനങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല, അത് ഹറാമാണ്, നിഷിദ്ധമാണ്. ബാക്കി 9 ദിവസങ്ങളിലും ഒരാൾക്ക് നോമ്പനുഷ്ഠിക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ദുൽഹജ്ജ് 7-നോ 8-നോ 9-നൊക്കെ നോമ്പനുഷ്ഠിക്കാം. അതിൻ്റെ പേരിൽ ഒരു വാശിയോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ തർക്കമോ ആവശ്യമില്ല. ഈ 2 രീതിയും നമുക്ക് സ്വീകരിക്കാം. അടിസ്ഥാനപരമായി അറഫയിൽ നിൽക്കുന്നവരോടുള്ള ഐക്യദാർഢ്യമല്ല അറഫ നോമ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അറഫ നോമ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അറഫയിൽ യഥാർത്ഥത്തിൽ അവിടെ നിൽക്കുന്ന ആളുകളുടെ പുണ്യം ഒരാൾക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥത്തിൽ അറഫയുടെ നോമ്പിൻ്റെ പവിത്രത, ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പുറത്തു കൊടുക്കും. റമദാനിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പുകളിൽ ഒന്നാണ് ഇത് അറഫ നോമ്പ്. രണ്ടാമത്തേത് മുഹറം ആശുറയുടെ നോമ്പ്. ഇങ്ങനെ 2 പ്രധാനപ്പെട്ട നോമ്പുകളുണ്ട്. അപ്പം അത് ഇത്തര മഹത്വങ്ങൾ അറഫക്കുണ്ട്. എന്ന് പറഞ്ഞാൽ അറഫയിൽ നിൽക്കുന്ന ആളുകൾക്കുള്ള മഹത്വമുണ്ട്. അറഫയിൽ നിൽക്കുന്ന ആളുകൾക്കല്ലാത്തവർക്കും അറഫാ ദിനത്തിൽ ചില മഹത്വങ്ങൾ, അതിൻ്റെ ഫളലുകൾ, ശ്രേഷ്ഠതകൾ കരസ്ഥമാക്കാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ടതാണ് ദിക്റുകളും ദുആകളും പാപമോചനത്തിനു വേണ്ടിയുള്ള അർത്ഥനകളും അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത്. അതുപോലെ അറഫ നൽകുന്ന മെസ്സേജ് എന്താണ്? അറഫ എന്ന് പറയുന്നത് നമുക്കറിയാം, യൗമ അറഫ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിടവാങ്ങൽ പ്രഭാഷണം ഹജ്ജത്തുൽ വിദാ, ഖുതുബത്തുൽ വിദാ നിർവഹിച്ച സ്ഥലമാണ് അറഫ എന്ന് പറയുന്നത്. അതൊരു ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു അറഫ പ്രഭാഷണം എന്ന് പറയുന്നു. 1948 മനുഷ്യാവകാശ പ്രഖ്യാപനം അല്ലെങ്കിൽ സാർവലൗകിക മനുഷ്യാവകാശ പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭ പോലും പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ 1948 ഡിസംബർ 10 പ്രഖ്യാപിച്ചതുകൊണ്ട് എല്ലാ ഡിസംബർ 10 നമ്മൾ എന്ത് ചെയ്യും, മനുഷ്യാവകാശ ദിനമായി ആചരിക്കാറുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ലോകത്തൊരു സമ്പൂർണ്ണ, ഒരു കോംപ്രഹെൻസീവായ ഒരു ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫ പ്രഭാഷണമാണ്. കാരണം അതിൽ മനുഷ്യൻ്റെ അന്തസ്സിനെ കുറിച്ച് മാത്രമല്ല, ദുർബലരായ ജനവിഭാഗങ്ങളുടെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു പ്രഭാഷണമാണ് അറഫയിൽ നടത്തിയത്. ഒന്ന്, മനുഷ്യനെ എല്ലാ രീതിയിലും ചൂഷണം ചെയ്യുന്ന എല്ലാ സംവിധാനവും എന്ത് ചെയ്തു, നബി തിരുമേനി റദ്ദ് ചെയ്തു. ഒന്ന്, കുടിപ്പക, ജാഹിലിയായ സ്വഭാവമാണ്. ഒരാളുടെ പിതാവിനെ കൊന്നാൽ ആ പിതാവിനെ കൊന്നവരോട് പകരം ചെയ്യാന്നുള്ള ജാഹിലിയ കാലത്തൊരു ഒരു കടമയായിരുന്നു, ഒരു ബാധ്യതയായിരുന്നു. അയാൾ എൻ്റെ പിതാവിനെ കൊന്നുകൊണ്ട് അയാളെ കൊല്ലൽ എൻ്റെ ബാധ്യതയാണ്. അങ്ങനെയുള്ള എല്ലാ കുടിപ്പകകളും റസൂലുള്ളാഹി റദ്ദ് ചെയ്തു. രണ്ടാമത്തെ കാര്യം, പലിശ. ലോകത്തെ ഏറ്റവും വലിയ ചൂഷണത്തിന്റെ അടിസ്ഥാനമാണിത്, പലിശ എന്ന് പറയുന്നത്. പലിശാധിഷ്ഠിത സാമ്പത്തിക ക്രമം ലോകത്ത് എത്ര നിലനിന്നാലും ഒരു ക്ഷേമരാജ്യം നിലനിൽക്കില്ല. പലിശക്ക് പകരം ഇസ്ലാം പരിചയപ്പെടുന്നത് സക്കാത്താണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നവനും വാങ്ങുന്നവനും വളർച്ച ഉണ്ടാവുക എന്നുള്ളതാണ്. പലിശ എന്ന് പറഞ്ഞാൽ വാങ്ങുന്നവന് മാത്രമേ വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ സക്കാത്ത് അധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ക്ഷേമത്തിന് ഐശ്വര്യത്തിനും അനിവാര്യമായത്. അതിനു പകരം ആധുനിക ലോകം പലിശാധിഷ്ഠിത സാമ്പത്തിക ക്രമമാണ്
പലിശ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നതാണ് പലിശ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു. പലിശയിലെ ഏറ്റവും ചെറിയ ഒരു അംശം ഒരാൾ ഭക്ഷിച്ചാൽ അയാൾ സ്വന്തം മാതാവിനെ കഅബാലയത്തിൽ വെച്ച് വ്യഭിചരിക്കുന്നതിനേക്കാൾ മഹാപാതകമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യഭിചാരം തന്നെ തെറ്റാണ്. അത് മാതാവിനാണെങ്കിലോ അത് കഅബാലയത്തിൽ വെച്ചാണെങ്കിലോ ആ തെറ്റിന്റെ ഒരു ഗൗരവം വിലയിരുത്താൻ വേണ്ടിയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചില ഉദാഹരണങ്ങളോട് നമുക്ക് ഈ കാര്യം പറയുന്നത്. അപ്പൊ പലിശ നിരോധിച്ചു. അതുപോലെ തന്നെ സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ കാലത്ത് നമുക്കറിയാം, ഇന്നിപ്പോൾ നമുക്കിത് കേൾക്കുമ്പോൾ അത്ര ഒരു പുതുമയായി തോന്നൂല. കാരണം സ്ത്രീ അവകാശങ്ങളെക്കുറിച്ച് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചൊക്കെ ബോധേഡായൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അന്ന് സ്ത്രീ എന്ന് പറയുന്നത് ജീവിക്കാൻ പോലും അവകാശം ഉണ്ടായിരുന്നില്ല. നിന്നക്ക് പെൺകുട്ടിയാണ് ജനിച്ചതെന്നറിഞ്ഞാൽ അവരുടെ മുഖം ഇരുണ്ടുപോകും എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ജീവനോടെ കുഴിച്ചു മൂടിയ കഥകൾ നമുക്കറിയാം. അതേപോലെ തന്നെ സ്ത്രീന് ഒരിക്കലും അനന്തരാവകാശം ഉണ്ടായിരുന്നില്ല. വാപ്പയുടെയോ ഉമ്മയുടെയോ സ്വത്തിൽ ഒരിക്കലും മകനുണ്ടാവും, മകൾക്കൊരിക്കലും അനന്തരാവകാശം ഉണ്ടായിരുന്നില്ല. വലിൻ നിസാഇ നസീബും മിമ്മ തറക്കൽ വാലിദാൻ, വാപ്പയും ഉമ്മയും ഒഴിവാക്കി പോകുന്ന അനന്തര സ്വത്തിൽ സ്ത്രീകൾക്കും അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നത് അക്കാലത്ത് വലിയൊരു വിപ്ലവമാണ്. അത് വലിയൊരു പ്രഖ്യാപനമാണ്. അപ്പൊ സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാം. രാജ്യത്ത് 8 മണിക്കൂറിൽ അല്ലെങ്കിൽ 6 മണിക്കൂറിലും എന്ന് പറയേണ്ട ഈ രാജ്യത്ത് ബലാത്സംഗത്തിന് വിധേയമായി ഒരു സ്ത്രീ കൊല ചെയ്യപ്പെടുന്നു. 90 സെക്കൻഡിൽ എന്ന് 1.5 മിനിറ്റിൽ ഒരു സ്ത്രീ പീഡന കേസ് രജിസ്റ്റർ ചെയ്യുന്ന രാജ്യമാണ് USA എന്ന് പറയുന്നത്. USA എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വികസിത രാജ്യമാണ്. അപ്പൊ ഇത്രയധികം സ്ത്രീ പീഡനങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടും, ബലാത്സംഗത്തിന് വിധേയമാകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നടക്കുന്ന രാജ്യത്ത് സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് വിശ്വാസികൾ കൂടുതൽ ജാഗ്രതപ്പെടുക എന്ന് പറയുന്നത് അറഫയുടെ വലിയൊരു മെസ്സേജാണ്. സ്ത്രീ പീഡനത്തിന് വിധേയമാകുന്ന രാജ്യത്ത്, സ്ഥലത്ത്, ദേശത്ത്, സംസ്ഥാനത്ത് എവിടെയായാലും ശരി അതിനെതിരെ നിലകൊള്ളാൻ വിശ്വാസികൾക്ക് ബാധ്യസ്ഥരാണവർ. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ അന്തസ്സിനെ കുറിച്ച് നബി തിരുമേനി പറയാൻ. മനുഷ്യന്റെ അന്തസ് ഏറ്റവും പവിത്രമാണ്. മനുഷ്യന്റെ ധനം പവിത്രമാണ്. അവന്റെ രക്തം പവിത്രമാണ്. അതുപോലെ തന്നെ അവന്റെ ബുദ്ധി, അഖില് പവിത്രമാണ്. ഇങ്ങനെ മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പവിത്രമാണ്. മനുഷ്യന് യാതൊരു ശ്രേഷ്ഠതയുമില്ല, യാതൊരു ശ്രേഷ്ഠ. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വഉൻസ വജഅൽനാകും ശുഉബൻ വഖബാഇല ലിതഅറഫു ഇന്നാ അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളെല്ലാവരും ഒരാളിൽ നിന്നും പെണ്ണിൽ നിന്നും വന്നവരാണ്. നിങ്ങൾ ഗോത്രങ്ങളും വീടുകളും തറവാടുകളും നാടുകളും ദേശങ്ങളുമാക്കിയത്, വർണ്ണവും വർഗവുമാക്കി മാറ്റിയത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. അതിൻ്റെ പേരിൽ യാതൊരു ക്രെഡിറ്റും നിങ്ങൾക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശ്രേഷ്ഠത ഈ ഏതെങ്കിലും ഭൗതികമായ മാനദണ്ഡത്തിന്റെ പേരിലില്ല. അള്ളാഹു ഒരാളെ പരിഗണിക്കുന്നത് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ ഭയപ്പെടുന്നത് അയാൾ കറുത്തവനാണെങ്കിൽ അള്ളാഹിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ദറജ, പദവി ആ കറുത്തവനായ മനുഷ്യനായിരിക്കും. അടിമയാണെങ്കിൽ അടിമയായ മനുഷ്യനായിരിക്കും. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളും അള്ളാഹിനെ കൂടുതൽ ഭയപ്പെടുന്ന ആളാണെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് പരിഗണന അദ്ദേഹത്തിന് മാത്രമായിരിക്കും എന്ന് പ്രഖ്യാപിക്കാൻ. നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ്, ആദം മണ്ണിൽ നിന്നാണ്. കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ അറഫ ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ, ഇന്നും ഏറ്റവും കൂടുതൽ വർണ്ണത്തിന്റെ പേരിൽ പീഡനം നടക്കുന്ന അമേരിക്കൻ ആളുകൾ നമുക്കറിയാം. വർണ്ണത്തിന്റെ പേരിൽ അവർക്ക് കിട്ടേണ്ട മിനിമം ജസ്റ്റിസ് നിഷേധിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇന്നും ലോകത്തുണ്ട്. 1948 ശേഷം മനുഷ്യാവകാശ പ്രഖ്യാപനം നിർവഹിച്ചതിന് ശേഷവും ലോകത്തെ വർണ്ണങ്ങളുടെ പേരിൽ, ജാതിയുടെ പേരിൽ, നമ്മുടെ നാട്ടിലൊക്കെ അറിയാം, താഴ്ന്ന ആളുകൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രവേശിച്ചാൽ അവിടെ ചാണകം വെള്ളം തെളിച്ച് ശുദ്ധീകരിക്കുന്നത് ജനാധിപത്യ രാജ്യത്ത് ഇന്നും വ്യാപകമാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ പല സംഭവങ്ങളെ വലിയ ആളുകൾ MLA MP മന്ത്രിമാരൊക്കെ ആയിരിക്കും, അവർ വന്നു പോയാൽ എന്ത് ചെയ്യും? ചാണകം തെളിച്ച് ശുദ്ധീകരിക്കും. അപ്പൊ ജാതിയുടെ പേരിലുള്ള അൺടച്ചബിലിറ്റി നമ്മുടെ രാജ്യത്ത് വളരെയധികം കൂടുതലാണ് എന്ന് നമുക്കറിയാം. അപ്പൊ വർണ്ണം, ജാതി ഇങ്ങനെ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും ഡിസ്ക്രിമിനേഷൻ, വിവേചനം ലോകത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മനുഷ്യൻ ഒന്നാണ് എന്ന് പറയാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപ്ലവമാണ്. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാലം ഏതാണ്? മനുഷ്യൻ എന്നതിന് പറഞ്ഞതിന് യാതൊരു മൂല്യം ഒന്നുണ്ടായിരുന്നില്ല.
മനുഷ്യനില്ല. കാരണം സ്വന്തം ഗോത്രത്തിലുള്ള ആളുകളെ മാത്രമേ മനുഷ്യരായിട്ട് അവരെന്ത് ചെയ്തുള്ളൂ, പരിഗണിച്ചിരുന്നുള്ളൂ. മറ്റേ ഗോത്രത്തിലുള്ള ആളുകൾക്ക് ഒരു അവകാശവും ഒരു വകവെച്ചു കൊടുത്തിരുന്നില്ല. അതുപോലെ സ്വന്തം ഗോത്രത്തിന്റെ അടുക്ക് മനുഷ്യനെ മാത്രം പരിഗണിച്ചിരുന്ന, അതുപോലെ സ്വന്തം ഗോത്രത്തിന്റെ രക്തവും സ്വന്തം ഗോത്രത്തിന്റെ അഭിമാനവും സമ്പത്തും മാത്രം പരിരക്ഷിച്ചിരുന്ന, അത്രയും സങ്കുചിതമായി ജീവിതം കെട്ടിപ്പടുത്തിരുന്ന ഒരു ജനതയുടെ നടുത്തളത്തിൽ ഇറങ്ങിയിട്ടാണ് യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നു. ജനങ്ങളെ എന്ന് വിളിക്കുന്നത് പോലും അന്ന് എന്തായിരുന്നു, വളരെ അപൂർവമായിരുന്നു. ഇന്ന ഗോത്രക്കാരെ എന്ന് വിളിക്കുള്ളൂ. മനുഷ്യരെ എന്ന് വിളിക്കില്ലേ, മനുഷ്യരെ എന്ന് മനുഷ്യന്മാർ വിളിച്ചത് എവിടെയാണ്? വേറൊരു വേദഗ്രന്ഥത്തിലുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വേദഗ്രന്ഥങ്ങളോ അതുപോലെ തന്നെ ഏതെങ്കിലും ആധികാരികമായ രാജ്യത്തെ പാർട്ടികളുടെയോ പ്രത്യയശാസ്ത്രങ്ങളുടെയോ ആധികാരികമായ ഗ്രന്ഥങ്ങൾ, ചിലത് സർവ്വരാജ്യ തൊഴിലാളികളെയാണ് വിളിച്ചത്, ചില ആളുകൾ മുതലാളിമാരെ, ക്യാപിറ്റലുള്ള ആളുകളെ മാത്രമാണ് അഭിസംബോധന ചെയ്തത്, ചില ആളുകൾ എന്ത് ചെയ്തു, ചില ദേശങ്ങളിലുള്ള ആളുകൾ മാത്രമാണ്, ചില വർണ്ണങ്ങളിലുള്ള ആളുകളെ മാത്രമാണ് ഈ ആധുനിക കാലത്ത് പോലും അഭിസംബോധന ചെയ്തേണ്ടി വന്നത്. കാരണം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത്രയും ഡിസ്ക്രിമിനേഷൻ സമൂഹത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും യഥാർത്ഥ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലായ്മ ചെയ്യുകയും മനുഷ്യന്റെ ഡിഗ്നിറ്റിക്ക് വലിയൊരു പദവി നൽകി ആദരിക്കുകയും ചെയ്തു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം യഥാർത്ഥം നമുക്കറിയാം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ ലോകത്തെ മുസ്ലിം ഉമ്മത്തിന് ഒരു വസിയത്ത് നൽകുകയാണ്. ആ വസിയത്ത് എന്താണ്? ഫൽയുബല്ലിഗു ഷാഹിദുൽ ഗായിബ. ഇവിടെ ഹാജറുള്ളവൻ ഹാജറില്ലാത്തവർക്ക് ഈ ആശയവും ആദർശവും എന്ത് ചെയ്യണം? എത്തിച്ചു കൊടുക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ഏറ്റവും വലിയ ഉപാധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത് നമ്മൾ നിർവഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം വാപ്പാനോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്ന വാപ്പ പറഞ്ഞ വസിയത്ത് നടപ്പിലാക്കലാണ്. അല്ലാതെ വാപ്പ ഉഷാറാണെന്ന് മധു പാടലല്ല. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ യഥാർത്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ നിർവഹിച്ച് നമ്മളെ ഏൽപ്പിച്ചൊരു വസിയത്ത്. ആ വസിയത്ത് എന്താണ്? ഈ സന്ദേശം എത്താത്ത ലോകത്തെ ഏതൊക്കെ പ്രദേശങ്ങൾ, മനുഷ്യർ, വംശങ്ങൾ, സമുദായങ്ങൾ, ഇന്ന ഹാദദ്ദീൻ യബ്ലുഗുമാ ബലഗൽ ലൈലു വന്നഹാർ, ഈ ദീൻ എന്തായാലും എവിടെ എത്തും, രാത്രിയും പകലും എവിടെ കണ്ടോ അവിടങ്ങളിലെല്ലാം ഈ ദീൻ എത്തുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ ദീനിനെ എത്തിക്കുക എന്നുള്ള പറയുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ബാധ്യത. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ അറഫയുടെ ഒരു വസിയത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് നൽകിയതാണ്. ഈ ഉമ്മത്തിൽ ഓരോ മനുഷ്യനും 10-20 ആളുകൾക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുത്താൽ ഇവിടെ നമ്മുടെ പരിസരങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ഈ സന്ദേശം എത്തുമെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഈ വസിയത്ത് കേൾക്കുക. അതുപോലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ അന്തസ്സിനെ കുറിച്ചും മനുഷ്യന്റെ അഭിമാനത്തെക്കുറിച്ചും മനുഷ്യന്റെ രക്തത്തെക്കുറിച്ചുമെല്ലാം പറഞ്ഞ ആ പവിത്രത വകവെച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക. മനുഷ്യന്റെ അഭിമാനം വളരെ വലുതാണ്, അവനെ പരിഹസിക്കരുത്, പരിഹസിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അവനെതിരെ പരദൂഷണം നടത്തരുത്. ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ എന്തുകൊണ്ടാണ്? മനുഷ്യന്റെ അന്തസ്സ് ഹനിക്കപ്പെടും എന്നതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് ഈ ഉമ്മത്തിന് നിർദ്ദേശിച്ചു. ഈ ഉമ്മത്ത് അതിനുവേണ്ടി നിലകൊള്ളണം എന്ന് അറഫയിൽ പറഞ്ഞു. അപ്പൊ നമ്മുടെ നാട്ടിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പൗരാവകാശ ലംഘനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യന്റെ കടപ്പാടവും മനുഷ്യന്റെ ജീവിക്കാൻ ആവശ്യമായ പ്രാഥമിക ആവശ്യങ്ങൾ ഭരണകൂടത്തിന്റെ ഹുങ്കും ധിക്കാരവും ഉപയോഗിച്ച് തകർത്തു തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദുർബലരായ മനുഷ്യരുടെ കൂടെ നിലനിൽക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. കാരണം എന്താണ്? മനുഷ്യന്റെ അന്തസ്സിനെയും അഭിമാനത്തെയും കുറിച്ച് ഉച്ചൈസ്തരം ഉദ്ഘോഷിച്ചത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിലാണ്. അപ്പൊ അറഫയോടുള്ള ഐക്യദാർഢ്യം അങ്ങനെയാണ്. അറഫയോടൊരു വിശ്വാസി എങ്ങനെയാണ് ഐക്യദാർഢ്യപ്പെടേണ്ടത്? അറഫയുടെ മെസ്സേജിന് വേണ്ടി ജീവിതത്തിൽ എല്ലാ കാലത്തും നിലകൊള്ളുക എന്നതാണ്. അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ നമുക്കറിയാം. മാലിക് ദിനാർ ഇവിടെ ഇസ്ലാമിക പ്രബോധനാർത്ഥം, ഇസ്ലാമിക പ്രചാരണാർത്ഥം ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രബോധക സംഘം വന്നത് കേരളത്തിലാണ്. അദ്ദേഹം ഈ മൂല്യം, അത് മനുഷ്യന്റെ ഇക്വാലിറ്റി, അതിന്റെ സമത്വം, ഫ്രട്ടേണിറ്റി, സാഹോദര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിലനിർത്തുക എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. മനുഷ്യന് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യനീതി വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളിൽ മനുഷ്യൻ ഇടപെടുക എന്ന് പറയുന്നത് ഇസ്ലാം ഒരു വിശ്വാസിക്ക് കൽപ്പിച്ചു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. അതിനുവേണ്ടി നിലകൊള്ളണം. അപ്പൊ നിങ്ങൾ പ്രാർത്ഥന പോലെ, നിങ്ങൾ ആരാധനകളെ പോലെ, ദിക്റുകളെ പോലെ പ്രധാനമാണ് ദുർബലരായ മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുക
എന്ന് പറയുന്നത്, ദുർബലരായ മനുഷ്യർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് മാലിക് ദിനാർ ഇവിടെ ഇസ്ലാമിക പ്രബോധനാർത്ഥം കൊടുങ്ങല്ലൂരിൽ വന്നു. അദ്ദേഹം തന്നെ പ്രബോധന കേന്ദ്രമായി കൊടുങ്ങല്ലൂർ തെരഞ്ഞെടുത്തു. അവിടെയുള്ള മനുഷ്യരോട് എങ്ങനെയാണ് ഇടപെട്ടത്? സർദാർ കെ.എം. പണിക്കർ അദ്ദേഹത്തിന്റെ കേരള ചരിത്രത്തിൽ മാലിക് ദിനാറിനെ കുറിച്ച് രേഖപ്പെടുത്തുന്നത്, അദ്ദേഹം തൻ്റെ പരിചാരകനെ ഇമാമ് നിർത്തി ഒരു സ്ഥലത്ത് നമസ്കരിക്കുന്ന ആളുകൾ കാണുകയാണ്. പരിചാരകനായ ആളുകളുടെ മുന്നിൽ. ഇസ്ലാം എന്ന് പറയുന്നത് സമത്വത്തെക്കുറിച്ച് പറയുക മാത്രമല്ല, ഇസ്ലാം ഒരിക്കലും സമത്വം സമത്വമാണ് ഈ ആദർശത്തിന്റെ സൗന്ദര്യം എന്ന് പ്രസംഗിക്കുക മാത്രമല്ല, അത് പ്രയോഗവൽക്കരിക്കാൻ എല്ലാ നിർദ്ദേശവും നൽകി. അതിലൊന്നാണ് നമസ്കാരം. നമസ്കാരം എന്ന് ആദ്യം എത്തിയത് സുരക്ഷാ ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാളെ പിന്നിൽ ആര് നിൽക്കണം? മന്ത്രി നിൽക്കണം, അല്ലെങ്കിൽ രാജാവ് നിൽക്കണം. ഞാനാണ് മന്ത്രി എന്ന് പറഞ്ഞ് മുന്നിൽ നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ വർണ്ണം, ജാതി, അതുപോലെ തന്നെ ഭാഷ തുടങ്ങിയ തരത്തിലുള്ള ഒരു അസമത്വവും പാടില്ല എന്ന് ആരാധനകളിൽ പഠിപ്പിക്കാൻ. അതിന്റെ ലോകത്തെ ഏറ്റവും വലിയൊരു വിസിബിളായ ഒരു ആരാധനയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. മനുഷ്യന് ഈ കാര്യമില്ല എന്ന് മനുഷ്യൻ ലോകത്ത് ലോകത്ത് പഠിപ്പിക്കാൻ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആള് ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി അൽ അജ്മീരി ഇസ്ലാമിക പ്രബോധനം ഇന്ത്യയിൽ ആരംഭിച്ച സന്ദർഭത്തിൽ അദ്ദേഹം ആളുകളൊക്കെ വിളിച്ചിട്ട് വലിയൊരു സദ്യ കൊടുക്കുകയാണ്. ആ സദ്യ കൊടുക്കുമ്പോൾ എല്ലാ ആളുകളെയും ഒരേ പന്തിയിലിരുത്തുകയാണ്. അത് ഇന്ത്യ രാജ്യത്തിന് അപരിചിതമായൊരു ശൈലിയാണ്. കാരണം താഴ്ന്നവരൊരിക്കലും ഒരേ പന്തിയിലിരിക്കില്ല. അപ്പൊ താഴ്ന്നവരും ഉയർന്നവരും എല്ലാം ഒരേ സൊഫിൽ, ഒരേ വരിയിൽ അണിനിരന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ച 150 കുടുംബങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വരാൻ കാരണമായി എന്നാണ് ചരിത്രം പറയുന്നത്. ആ കാഴ്ച തന്നെ മതി. കാരണം ഇക്വാലിറ്റി വളരെ പ്രധാനമാണ്. മുഹമ്മദ് ഇബിൻ ഖാസിം സിന്ധി എന്ന് പറയുന്ന മക്കയിലെ ചെറുപ്പക്കാരൻ ഇന്ത്യയിലേക്ക് ഇസ്ലാമുമായി വരാനുള്ള കാരണം എന്താണ്? 300ഓളം മനുഷ്യരെ ഈ രാജ്യത്ത് രാജാവ് അടിമകളാക്കി വെച്ചപ്പോ ആ മനുഷ്യരുടെ മോചനത്തിന് വേണ്ടിയാണ് മുഹമ്മദ് ബിൻ ഖാസിം സിന്ധി ഉത്തരേന്ത്യയിലേക്ക് സൈന്യവുമായി വന്നത്. ആ മനുഷ്യരുടെ മോചനത്തിന് വേണ്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യരുടെ ഡിഗ്നിറ്റി, മനുഷ്യർ തമ്മിലുള്ള സമത്വം, ഇത് വിഭാവന ചെയ്യുക മാത്രമല്ല, അത് പ്രയോഗവൽക്കരിക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ആരാധനകളിൽ വരെ നിർദ്ദേശം കൊടുത്ത ആദർശമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ സമത്വത്തിനു വേണ്ടി നിലകൊള്ളണം. ദലിതും ആദിവാസിയുമായ ധാരാളം ആളുകൾ സ്വന്തം അമ്മ മരിച്ചാൽ അടുക്കള കുഴിച്ച് അവരെ മറമാടേണ്ടി വരുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഒരു ദിവസം 20 രൂപയ്ക്ക് താഴെ വരുമാനമുള്ള 57 കോടി മനുഷ്യർ ഈ രാജ്യത്തുണ്ട്. അത് ഏകദേശം 26 ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ജനസംഖ്യക്ക് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ 26 ദരിദ്ര രാജ്യങ്ങൾ ഈ രാജ്യത്തിന്റെ അകത്ത് ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മനുഷ്യരൊക്കെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് ബാധ്യസ്ഥരുണ്ട്. നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടി പിടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഒരാളുടെയും സിന്ദാബാദ് വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ യഥാർത്ഥ മുസ്ലിമായ നിങ്ങളുടെ ബാധ്യത അതാണ്. ദുർബലരായ മനുഷ്യർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നത്. കാരണം അതാണ് അറഫ ലോകാവസാനം വരെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫ ലോകത്തെ മുഴുവൻ സമുദായങ്ങൾക്കും മുഴുവൻ ജനതക്കും നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്. ആ സന്ദേശം ലോകാവസാനം വരെ ഉൾക്കൊള്ളാൻ ബാധ്യതപ്പെട്ട സമുദായമാണ് മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത്, മുസ്ലിം സമുദായം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ എടുത്തു പരിശോധിച്ചാൽ, അതിന്റെ വിശദാംശങ്ങൾ എടുത്തു പരിശോധിച്ചാൽ എല്ലാം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട മുസ്ലിം ഉമ്മത്തിലെ സമൂഹങ്ങൾ, നേതാക്കന്മാർ, ഭരണാധികാരികൾ, ഇവരൊക്കെ നമുക്ക് കാണാൻ കഴിയും. എത്ര ചെറിയ അനീതി ഒരാളിനോട് സംഭവിച്ചാലും നീതി അയാൾക്ക് വാങ്ങിക്കൊടുക്കുക, അതുപോലെ തന്നെ മനുഷ്യന്റെ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിൽ അവരെ വിഘടിച്ചു നിർത്തുന്ന സംസാരങ്ങളോ വർഗീയമായ വിദ്വേഷങ്ങളോ ലോകത്ത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം അത് പറയുന്ന ആളുകളോട് നോ എന്ന് പറയാം. നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ നല്ലൊരു ശതമാനം വിദ്വേഷങ്ങളാണ്, പരമത വിദ്വേഷങ്ങളാണ് ആളുകളോട് പ്രചരിപ്പിച്ചുകൊണ്ട്. അവരോട് നോ എന്ന് പറയാൻ നിങ്ങൾക്ക് വേറെ ഒരു പാർട്ടിയിലും മെമ്പർഷിപ്പ് എടുക്കണമില്ല. നിങ്ങൾ യഥാർത്ഥ മുസ്ലിം ആയാൽ വിദ്വേഷം പറയുന്നത് ശരിയല്ല എന്ന് പറയാൻ കഴിയണം. കാരണം എന്താണ്? വലഖദ് കറംന ബനി ആദം, മനുഷ്യൻ അല്ലാഹു ആദരിച്ചിരിക്കുന്നു. ആദരിച്ച മനുഷ്യനെ ആദരിക്കാൻ മനുഷ്യനും ബാധ്യസ്ഥനാണ്. കാരണം ആരാ ആദരിച്ചതാണ്? അള്ളാഹു ആദരിച്ചതാണ്. അയാളുടെ തെറ്റുകളോട് നിങ്ങൾക്ക് വിമർശിക്കാം, വിയോജിക്കാം, ചൂണ്ടിക്കാണിക്കാം. പക്ഷെ അയാളുടെ സ്വഭാവം, അയാളുടെ പ്രകൃതി, അയാളുടെ ശരീരഘടന, അയാളുടെ വർണ്ണം, അയാളുടെ വർഗം, ഇതൊന്നും നോക്കി അയാൾ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ ഒരാൾക്കും അധികാരമില്ല. ആ അധികാരം അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു വരികയാണ്.
ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ എന്നെ അബൂദർദ ഇങ്ങനെ വിളിച്ചു, യബ്ന സൗദ എന്ന് വിളിച്ചു. അതിന്റെ അർത്ഥം കറുത്ത ആളുടെ മകനെ എന്നാണ്. അപ്പൊ ആ വിളി ആർക്ക് അത്യാവശ്യം പ്രയാസമുണ്ടായി. ബിലാൽ റളിയല്ലാഹു അൻഹു മനസ്സിൽ പ്രയാസം ഉണ്ടായി. അതിന് ആവനാദി പറഞ്ഞ് റസൂലുള്ളാഹിന്റെ അടുത്ത് വരാൻ. അങ്ങനെ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അത് ചെയ്ത അബൂദറുൽ ഗിഫാരിയോട് നബി തിരുമേനി വരാൻ പറയാൻ. അബൂദർ എങ്ങനെ പറഞ്ഞു എന്ന് ചെയ്തു ശരിയാണോ? ശരിയാണ്. ഇന്നക ഇംറുഉൻ ഫീക ജാഹിലിയ, ഇപ്പോഴും ജാഹിലിയത്ത് നിന്നിലുണ്ട് അല്ലേ എന്ന് ചോദിച്ച് നബിയുടെ മുഖം ഇങ്ങനെ വിവർണമായി എന്നാണ്. ആ സമയത്ത് സ്വന്തം കാലിലെ ചെരുപ്പ് ഊരിയിട്ട് ബിലാലിന്റെ കയ്യിൽ കൊടുക്കാൻ. ആര്? അബൂദറുൽ ഗിഫാരി. ബിലാൽ എന്റെ മുഖത്തടിക്കുക, അല്ലെങ്കിൽ ഞാൻ കമിഴ്ന്ന് കടന്നു തരാം, നിങ്ങൾ എന്റെ മുഖത്ത് ചവിട്ടുക. ഈ വിളി ഒരിക്കലും പരലോകത്തേക്ക് നീ മാറ്റി വെക്കരുത്. ആ സമയത്ത് ആ ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് വലിച്ചെറിഞ്ഞ് ബിലാൽ അബൂദറിനെ ആലിംഗനം ചെയ്യുകയാണ്. അന്നാസു സവാസിയത്തുൻ കഅസ്നാനിൽ മുസ്ത്, ചീർപ്പിന്റെ പല്ലുകളെ പോലെ മനുഷ്യർ സമന്മാരാണ്. മനുഷ്യന്റെ ജാതി, വർണ്ണം, വർഗം, ഭാഷ ഇതിലൊന്നും അള്ളാഹു ഒരു പരിഗണനയും നൽകില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്ന പരിഗണനയാണ്. ഈ പരിഗണനയാണ് മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ ഇടപാടുകളിലും വ്യവഹാരങ്ങളിലും നിലപാടുകളിലും പുലർത്തേണ്ടതെന്ന ആഹ്വാനമാണ് അറഫ നമുക്ക് നൽകുന്ന മെസ്സേജ്. പടച്ച തമ്പുരാൻ ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അതിനുവേണ്ടി നിലകൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وعلى آله وأصحابه الطاهرين وأمهات المؤمنين رضي الله عنهم أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, മുസ്ലിങ്ങളായി ജീവിക്കുവാൻ, മുസ്ലിങ്ങളായി മരിക്കുവാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും പറയാതെയും ചെയ്ത പാപങ്ങൾ, സ്ഖലിതങ്ങൾ, വീഴ്ചകൾ നമുക്കെല്ലാവർക്കും അവൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അള്ളാഹു അവർക്ക് സമ്പൂർണ്ണ ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. മാറാവ്യാധി രോഗങ്ങൾ അള്ളാഹു അവരെയും നമ്മയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹുവിലേക്ക് യാത്ര പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹപ്രവർത്തകർ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലമത്രയും പടച്ച റബ്ബിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലും കാവലിലും ജീവിക്കാനുള്ള ഭാഗ്യം നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സമ്പത്തിൽ, സന്താനങ്ങളിൽ, ഇടപാടുകളിൽ, ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اجرنا من النار. اللهم لا تجعلنا من حطب النار. اللهم ربنا اتنا من لدنك الرحمة وهيئ لنا من امرنا رشدا. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا وشفاء من كل داء. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نسألك العلا من الجنة ونعوذ بك من عذاب القبر ومن عذاب النار. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أبرز علينا صبرا وثبت أقدامنا وأيد أيدينا وانصرنا على القوم الكافرين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم فرق جمعهم وزلزل أقدامهم وشتت شملهم وخرب ديارهم وانقص عددهم يا حي يا قيوم يا ذا الجلال والإكرام. ربنا تقبل دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم مع عبادك الصالحين وجندك الغالبين. وصل على النبي المصطفى وآله وأصحابه أجمعين وسلام على المرسلين والحمد لله رب العالمين. أقيموا الصلاة إن الصلاة تنهى عن الفحشاء والمنكر.